നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് കൃഷ്ണഗിരിയിലാണ്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി എന്ന ജില്ലയിൽ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരുടെ വീടിൻ്റെ സൈഡിൽ കണ്ട കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത്. ഇതെല്ലാം മയിലുകളാണ്. ഒരുപാട് മയിലുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആ ഗ്രാമത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഒരു 10-200 മയിലുകളെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെയും അവസ്ഥ ആലോചിച്ചത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വളരെ നമുക്ക് അങ്ങനെ അധികം കാണാൻ പറ്റാത്തൊരു കാഴ്ചയായിരുന്നു മയിലുകൾ നമ്മുടെയൊക്കെ നാടുകളിൽ ഇറങ്ങുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അങ്ങനല്ല. പല പല നമ്മുടെ നാടിൻ്റെ പല പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മയിലുകളെ കാണാൻ പറ്റുന്നു. അതൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. എന്ത് സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മയിലുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവാസ വ്യവസ്ഥ ഒരു പാറമട അല്ലെങ്കിൽ മുൾക്കാടുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. വരണ്ട കാലാവസ്ഥയിലാണ് അവർക്ക് ജീവിക്കാൻ ഇഷ്ടം. അവരുടെ ആവാസ വ്യവസ്ഥ അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് പ്രകൃതിയായിട്ട് തന്നെ. പക്ഷെ നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ മയിലിനെ. അതിനൊന്നാമത്തെ കാരണം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയുമായി അവർക്ക് ചേരാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ നാടും ഇതുപോലെ വരണ്ട കാലാവസ്ഥയുള്ള ഒരു ഇതിലേക്ക് നമ്മുടെ നാടും മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് മയിൽ പെരുകുന്നതിൻ്റെ കാരണം. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം മയില് നിയമപരമായി സംരക്ഷണം അർഹിക്കുന്ന ഒരു ജീവിയാണ്. ഇന്ത്യയിൽ മയിലിനെ കൊല്ലുന്നതും പീലി ശരീരത്തിൽ അണിയുന്നതുമെല്ലാം കുറ്റകരമാണ്. ഒരിക്കലും മയിലിനെ ഹണ്ട് ചെയ്യാൻ പാടില്ല. അത് നിയമപരമായി തെറ്റാണ്. ഈ വീഡിയോ ഒരിക്കലും അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നതല്ല. പിന്നെ ഒന്ന് രണ്ട് കാര്യം മയിലിനെ പറ്റി പറയണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതെടുത്ത് ഒന്ന് നോട്ട് ചെയ്തു എന്നുള്ളത് മാത്രമുള്ളൂ. ധാന്യങ്ങളും പഴങ്ങളും പാമ്പുകളും ചെറിയ എലിയൊക്കെയാണ് ഇവയുടെ ഭക്ഷണം. മയിലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓടി രക്ഷപ്പെടാനാണ് ഇവർക്ക് ഇഷ്ടം. ശത്രുക്കളിൽ നിന്ന് പറന്ന് പോകുന്നതിനെക്കാട്ടിലും നല്ലത്. നമ്മൾ നോക്കിയാൽ മതി, മയിലിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് കാണുമ്പോൾ നമ്മൾ ഇതിനെ പിടിക്കാൻ പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനെ ആക്രമിക്കാൻ വരികയൊക്കെ ചെയ്യുമ്പോൾ അത് ഓടി രക്ഷപ്പെടുകയാണ്. അതാണ് മയിലിൻ്റെ ഒരു രീതി. പിന്നെ ഉച്ചത്തിലുള്ള ശബ്ദമാണ് ഇവയെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് കേരളത്തിലെ ഒരേ ഒരു മയിൽ സംരക്ഷണ കേന്ദ്രം. മയിൽ നമ്മുടെ ദേശീയ പക്ഷിയാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എല്ലാവരുടെയും കടമയാണ്. കേരളത്തിൽ സൗത്ത് ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ഈ മയിലിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ ദേശീയ പക്ഷി മാത്രമല്ല മയിൽ. ഹിന്ദു പുരാണങ്ങളിലൊക്കെ പരമശിവൻ്റെയും പാർവതി ദേവിയുടെയും പുത്രനായ സുബ്രഹ്മണ്യത്തിൻ്റെ വാഹനം എന്ന നിലയിലാണ് മയിൽ അറിയപ്പെടുന്നത്. ഈ വീഡിയോ ഒരിക്കലും മയിലിനെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഹണ്ട് ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തരത്തിലുള്ളൊരു വീഡിയോ അല്ല. ഇതൊരു ജസ്റ്റ് അവെയർനെസ് മാത്രമാണ്. മയിലിനെ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലും ഇതേ ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് നമ്മുടെ പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. വരും കാലങ്ങളിൽ നമ്മളുടെ നാട് ഇന്ന് വലിയ കുഴപ്പമില്ലാതിരിക്കുന്ന പല സ്ഥലങ്ങളും ഒരു വരണ്ട പ്രദേശമായി മാറാം. അതിന് ഒരുപാട് ദൂരം ഒന്നും കാത്തിരിക്കേണ്ടതില്ല. താങ്ക് യു.